ഹലോ. ഹായ്. എന്താ പേരെന്താ? ഫാത്തിമ. ഫാത്തിമ. ഫുൾ പേര് പറ. ഫാത്തിമ അബു. അബു. അബു എന്ന് പറയുന്നത് അബു തന്നെ അല്ലേ? അർത്ഥത്തില്. ഓക്കെ. അബു എന്ത് ചെയ്യുന്നു? അബു എന്ന് പറഞ്ഞാൽ ഫാദറാണ്. ട്രഷറി മാനേജർ. ട്രഷറി മാനേജറാണ്. എവിടെ? ഓക്കെ. എത്ര കാലം ഇപ്പൊ ഇവിടെ? ചെറുപ്പകാലം മുതൽക്ക് എവിടെയുണ്ടോ? ആണോ? നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് ചാവക്കാട്. അതെന്താ അതിന്റെ ഇടയിൽ ഒരു പാ വന്നത്? ചാവക്കാട് പാവറട്ടി. പാവറട്ടി. ഓക്കെ. പാവറട്ടി. ഇതിനു മുമ്പ് വേറൊരാള് ഇതേപോലെ വേറൊരു പ്രോഗ്രാമില് പാവറട്ടി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? MESലാണ്. അപ്പൊ ഇതേപോലെ പല പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കാറുണ്ടോ? ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. റേഡിയോ പ്രോഗ്രാംസിന് ഇല്ല. ഇത് ഫസ്റ്റ് ടൈമാണ് അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് എത്ര ക്ലാസ്സിലാണ് ചോദിച്ചില്ല, അത് പറഞ്ഞു. 10th അല്ലേ? ഓക്കെ. ആൻഡ് പാട്ട് കേൾക്കുക. പിന്നെ ഏതൊക്കെ ടൈപ്പ് ബുക്കുകളാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന ഏതൊന്നും വായിക്കും അല്ലേ? ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നത് ഏതെങ്കിലും ബുക്ക്? സ്റ്റഡിങ്ങിലാണ് അല്ലേ? അപ്പൊ 10th ആണ്. 10th എക്സാം എപ്പോഴാണ് വരുന്നത്? ഇപ്പൊ ഫെബ്രുവരിയിൽ വരുന്നുണ്ട്. ബോർഡ് എക്സാംസ് വരുന്നത്. ഏത് CBSE ആണ് അല്ലേ? CBSE ബോർഡിലാണ് അല്ലേ? ഓക്കെ. ഭയങ്കര ടഫാണോ? സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടോ? അല്ല. കവർ ചെയ്തു, എല്ലാ ഇതും കവർ ചെയ്ത് കഴിഞ്ഞോ? ഒരു ഇതെല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പൊ എന്തായാലും ഇന്നെന്താണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? എലക്യൂഷൻ ആണ് അല്ലേ? എന്തെങ്കിലും വിഷയം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ്? ആണോ? അപ്പൊ എലക്യൂഷനിൽ മാത്രമാണോ പങ്കെടുക്കാറുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ടോ? സമ്മാനം നേടിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഫാത്തിമനെ കുറച്ച് ആൾക്കാരൊക്കെ അറിയാം സ്കൂളില്. എങ്ങനെയൊന്നുമില്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? കുറെ പേരുണ്ട്. എന്നാലും അതിനകത്ത് ഏതെങ്കിലും ഒരാളെ പേര്? അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്തായാലും ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് റേഡിയോയിലൂടെ? ഒന്നുമില്ല. ഭയങ്കര ഷൈ ആണല്ലേ ഫാത്തിമ? അപ്പൊ എന്തായാലും എലക്യൂഷനിൽ നല്ല അടിച്ചു പൊളിക്കുക. ഇത് എലക്യൂഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഷൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ? അല്ലേ? അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രപഞ്ചനാഥനായ അല്ലാഹു മനുഷ്യരുടെ മാർഗദർശനത്തിനായി അവതരിപ്പിച്ച മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാരിൽ പലർക്കും തങ്ങളുടെ വിശ്വാസ്യതയ്ക്കായി അല്ലാഹു പല അമാനുഷിക ദൃഷ്ടാന്തങ്ങളും നൽകിയിരുന്നു. അപ്രകാരം നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. അത് എക്കാലവും നിലനിൽക്കുന്നതും കാലം ചെല്ലും തോറും അതിന്റെ തെളിമ വർദ്ധിച്ചു വരുന്നതുമാണ്. എങ്ങനെയാണ് ഒരു ഗ്രന്ഥം ഇത്ര വലിയ മഹാ അത്ഭുതമാവുന്നത്? അതെ, അതിലെ നിയമസംഹിതകൾ, ശാസ്ത്രീയ സത്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ എന്നുവേണ്ട ഓരോ കൽപ്പനകൾ പോലും മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും ഏറെ വിഭിന്നമാണ്. സൽബുദ്ധിയോടെ ചിന്തിക്കുന്നവർക്ക് അത് ഏറെ ഗുണപാഠങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന്, വെറും 4 വചനങ്ങൾ കൊണ്ട് ഈ ഭൂമുഖത്തെ സകല മനുഷ്യരുടെയും സ്വത്തവകാശം അള്ളാഹു വ്യക്തമാക്കുന്നു. റബ്ബിനല്ലാതെ മറ്റാർക്കും കഴിയില്ലത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകം വളരെ ശൈശവദശയിലായിരുന്ന 7-ാം നൂറ്റാണ്ടിൽ ഭ്രൂണ വളർച്ച, തേനീച്ച, കന്നുകാലി എന്നുവേണ്ട 8 വല വരെ അതിൽ പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട്. എന്നിട്ടും വിമർശകർക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ ഒരു തെറ്റിനും അതിലിടം കൊടുത്തില്ല. അറബി സാഹിത്യ രംഗത്ത് അതിന്റെ ഉത്തുംഗതയിൽ വിരാജിച്ചിരുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അറബികൾ. അവരെയാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ.
നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ സഹായികളെ എല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ. എന്തിനേറെ പറയുന്നു, മക്കയിലെ മഹാകവികൾ അടങ്ങുന്ന മുശ്രിക്കുകൾ എന്നു വേണ്ട അറബി ഭാഷ നിഘണ്ടു രചിച്ച ജൂതനടക്കം ലോകത്തിന്നേ വരെ ആർക്കും ഈ വെല്ലുവിളിയെ അതിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഈ ഗ്രന്ഥം ലോകം ശ്രവിച്ചത് കേവലം നിരക്ഷരനായ അൽ അമീൻ എന്നു ഖ്യാതി നേടിയ ആ പുണ്യ പ്രവാചകനിൽ നിന്നാണ് എന്നത് അതിന്റെ അമാനുഷികതയ്ക്ക് മാറ്റുകൂട്ടുന്നു. 1400-ലേറെ വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും അതിന്റെ ഭാഷയും ശൈലിയും എല്ലാം അതിനൂതനമായി തന്നെ നിലനിൽക്കുന്നു. ഒരു വള്ളി പുള്ളിക്ക് പോലും മാറ്റം വരുത്താൻ എതിരാളികൾക്ക് വരെ ഇന്നോളം സാധിച്ചിട്ടില്ലാത്ത ഒരു മഹൽ ഗ്രന്ഥം. ഇവിടെയാണ് ആ വിശുദ്ധ വചനം ഏറെ പ്രസക്തമാവുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ആകാശത്തുള്ളവൻ നമുക്കായി ഇത്തരം ഒരു മഹനീയ ഗ്രന്ഥം ഇറക്കി തന്നിട്ടും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളായി നാം അതിനെ അവഗണിക്കുമ്പോൾ ഖബറിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന ഒരു വൻ പാപമാണ് ചെയ്യുന്നതെന്ന കാര്യം നാം വിസ്മരിക്കരുത്. ദോഹയിൽ അങ്ങോളം ഇങ്ങോളം പല പണ്ഡിതന്മാരുടെ ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ പതിവായി പങ്കെടുത്ത് ആ മഹത് വചനങ്ങളുടെ ആശയം പഠിച്ചറിയലും പഠിപ്പിക്കലും നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ. ആ ഉത്തമരിൽ ഉൾപ്പെട്ടുകൊണ്ട് പരലോകത്ത് ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. School 9